Hi all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർട്ടിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും വാൽവ്സിൻ്റെ ഫങ്ഷൻ, വാൾസിൻ്റെ ഫങ്ഷൻ, നോഡൽ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ, കണ്ടക്റ്റിംഗ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. സോ നമ്മൾ പറഞ്ഞു ഹാർട്ട് മേഡപ്പ് ഓഫ് മയോകാർഡിയം, മേഡപ്പ് ഓഫ് മസിൽസ്. ഓക്കെ, ദാറ്റ് ഈസ് എ കാർഡിയാക് മസിൽസ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ 3 തരം മസിൽസാണുള്ളത്: സ്കെൽറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ. ഓക്കെ, ഈ 3 മസിലിനെയും ക്ലാസിഫൈ ചെയ്ത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ്. സ്ട്രക്ചറിൻ്റെ ബേസിൽ നമ്മൾ മസിലിനെ സ്ട്രയാറ്റഡ് എന്നും നോൺ സ്ട്രയാറ്റഡ് എന്നും, ഫങ്ഷൻ്റെ ബേസിൽ വോളണ്ടറി മസിൽസ് എന്നും ഇൻവോളണ്ടറി മസിൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, muscles are broadly classified into the cardiac muscle, smooth muscle and the skeletal muscle. ഇതിൽ കാർഡിയാക് മസിൽ, കാർഡിയാക് മസിലിനെ കുറിച്ചും മസിലിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡിയാക് മസിൽ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1-2 പ്രോപ്പർട്ടി മാത്രമായിട്ട് 2-3 മാർക്കിനും ചോദിക്കാറുണ്ട്. എനിവേ, നമുക്ക് കാർഡിയാക് മസിൽ എന്താണ്, മസിലിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർഡിയാക് മസിൽ എന്താണ്. ഇറ്റ്സ് എ സ്ട്രയാറ്റഡ് ഇൻവോളണ്ടറി മസിലാണ്. കാർഡിയാക് മസിൽ ഈസ് എൻ ഇൻവോളണ്ടറി സ്ട്രയാറ്റഡ് മസിൽ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ്. ദ മസിൽ ഫൈബേഴ്സ് ഈസ് 100 micrometer long and 15 micrometer broad. Has a single centrally placed nucleus, and these fibers are interconnected. The fibers are branched and interdigitate freely with each other, but each is a complete unit surrounded by a cell membrane that is known as the sarcolemma. അതായത് എല്ലാ മസിലും ഉണ്ടാക്കിയത് ഫൈബേഴ്സിനെ കൊണ്ടാണ്, മസിൽ ഫൈബേഴ്സിനെ കൊണ്ടാണ്. മസിൽ ഫൈബേഴ്സ് ഉണ്ടാക്കിയത് മയോഫൈബ്രിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റിനെ കൊണ്ടാണ്. മയോഫൈബ്രിൽസ് ഉണ്ടാക്കിയത് മയോഫിലമെന്റ്സിനെ കൊണ്ടാണ്. മയോഫിലമെന്റ്സ് ഉണ്ടാക്കിയത് മസിൽ പ്രോട്ടീനെ കൊണ്ടാണ്. ആക്റ്റിൻ, മയോസിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ മോളിക്യൂൾസ്. മനസ്സിലായോ? മസിൽ ഫൈബർ, ദെൻ മയോഫൈബ്രിൽസ്, ദെൻ മയോഫിലമെന്റ്സ്, ദെൻ മസിൽ പ്രോട്ടീൻസ്. സോ ഏത് മസിലായാലും. സോ ഇത് കാർഡിയാക് മസിലിന്റെ കേസിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ്. ദീസ് മസിൽ ഫൈബേഴ്സ് ആർ ഹൈലി ബ്രാഞ്ച്ഡ് ഫൈബേഴ്സ് ആണ് ആൻഡ് കണക്റ്റഡ് ടുഗദർ. ഓരോ മസിൽ ഫൈബേഴ്സും അടുത്ത മസിൽ ഫൈബേഴ്സ് ആർ കണക്റ്റഡ് ആണ് ബൈ എ ലോ റെസിസ്റ്റൻസ് ബ്രിഡ്ജസ് ദാറ്റ് ഈസ് നോൺ ആസ് ദി ഗ്യാപ് ജംഗ്ഷൻ. Then individual muscle fibers covered by a membrane that is known as the sarcolemma. മസിൽ മെംബ്രെയിനെ നമ്മൾ സാർക്കോലെമ്മ എന്നാണ് പറയുന്നത്. സൈറ്റോപ്ലാസിനെ നമ്മൾ സാർക്കോപ്ലാസം എന്നാണ് പറയുക. സോ സ്ട്രക്ചറൽ ആൻഡ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ ഫൈബർ ദാറ്റ് ഈസ് എ സാർക്കോമിയർ. ഏത് മസിലിന്റെ ആയാലും സ്ട്രക്ചറൽ ആൻഡ് ദ ഫങ്ഷണൽ യൂണിറ്റ് 2 മാർക്കിന് എവിടെയോ ഞാൻ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സാർക്കോമിയർ എന്ന്. സാർക്കോമിയർ മീൻസ് സ്ട്രക്ചറൽ ആൻഡ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ മസിൽ ഫൈബർ. ഏതായാലും സ്കെൽറ്റൽ മസിലിന്റെ ആയാലും കാർഡിയാക് മസിലിന്റെ ഒക്കെ ആയാലും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയർ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പണ്ട് എ ബാൻഡ്, ഐ ബാൻഡ് എല്ലാം. സാർക്കോമിയറിൽ ഹാഫ് ഐ ബാൻഡ് ഉണ്ട്, പ്ലസ് എ ബാൻഡ് ഉണ്ട്, വീണ്ടും ഹാഫ് ഐ ബാൻഡ് ഉണ്ട്. ഇത് കൂടി ചേർന്നതാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്കെൽറ്റൽ മസിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയാക് മസിൽ: ഫങ്ഷണൽ സിൻസിഷ്യം, എക്സൈറ്റബിലിറ്റി, ഓട്ടോറിതമിസിറ്റി, കണ്ടക്ടിവിറ്റി, കൺട്രാക്ടിലിറ്റി, റിഫ്രാക്ടറി പീരീഡ്, all or none law. These are the properties. Functional syncytium, first one is a functional syncytium, then excitability, autorhythmicity, conductivity and contractility, refractory period, all or none law. First property is a functional syncytium. Simply പറയുകയാണെങ്കിൽ functional syncytium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it contract as a single unit. ഞാൻ പറഞ്ഞില്ലേ cardiac muscles are made up of muscle fibers. These muscle fibers are connected together by a low resistance bridges that is known as the gap junction. Because of this presence of gap junction, they conduct electricity with a higher velocity. എല്ലാ മസിൽ ഫൈബേഴ്സും പെട്ടെന്ന് തന്നെ അടുത്ത മസിൽ ഫൈബേഴ്സിലേക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യും. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദീസ് ഗ്യാപ് ജംഗ്ഷൻ. അയണിക് ചാനലാണ്.
So it contracts as a single unit. There are two syncytials are there, that is atrial syncytium and the ventricular syncytium. Right atrium, left atrium ഒരുമിച്ച് contract ചെയ്യും, അതുപോലെ right ventricle left ventricle ഒരുമിച്ച് contract ചെയ്യും. So cardiac muscles are diffusely branched out. At the branching point, the muscle fibers are connected together by a low resistance bridges known as a gap junction. By the presence of these gap junction between the individual muscle fibers, it contracts as a single unit. Functional syncytium, syncytium എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് കൺട്രാക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻ ഈസ് പ്രസന്റ് ഇൻ ദ ഇന്റർകലേറ്റഡ് ഡിസ്ക് അലോങ് ദ സൈഡ് ഓഫ് ദി അഡ്ജസന്റ് മയോകാർഡിയൽ സെൽ. Here ions, electrical currents and other molecule can be transferred from one cell to other without coming contact with the extracellular fluid. Thus, they provide low resistance bridges for the spread of excitation from one muscle fiber to the next and permit the cardiac muscle to function as a functional syncytium. It contracts as a single unit. ഈ സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കാരണം ഓരോ മസിൽ ഫൈബേഴ്സും കണക്റ്റഡ് ആണ് ബൈ ദ ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ. There are two separate syncytials are there, that is atrial syncytium and the ventricular syncytium. ഇങ്ങനെയാണ് ഉണ്ടാവുക, കണ്ടില്ലേ? കാർഡിയാക് മസിൽസ് ബ്രാഞ്ച്ഡ് ആണ്, അവിടെ സെൻട്രലി പ്ലേസ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്, ഈ ബ്രാഞ്ച്ഡ് ഫൈബേഴ്സ് ഒക്കെ കണക്റ്റഡ് ആണ്, കണക്റ്റഡ് ബൈ ദ ഇന്റർകലേറ്റഡ് ഡിസ്ക് ആണ്. ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ഉള്ളിലാണ് ഗ്യാപ് ജംഗ്ഷൻ, അയണിക് ചാനൽ ഉണ്ടാവുക. ഈ അയണിക് ചാനൽ വഴിയാണ് ഈ അയൺസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഈ ഗ്യാപ് ജംഗ്ഷനിലൂടെയാണ്. ഓക്കെ, മറ്റൊരു പ്രോപ്പർട്ടിയാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സൈറ്റഡ് ആവുക. നമ്മളെ മസിലും നെർവും ഗ്ലാൻസും ഒക്കെ എക്സൈറ്റബിൾ ടിഷ്യൂ ആണ്. ഓക്കെ, ഇറ്റ്സ് എൻ എക്സൈറ്റബിൾ ടിഷ്യൂ. മസിൽ എക്സൈറ്റഡ് ആകുമ്പോൾ റെസ്പോൺസ് എന്താണ്? അത് കൺട്രാക്ട് ചെയ്യും. ഗ്ലാൻസ് എക്സൈറ്റഡ് ആകുമ്പോൾ അത് സെക്രീറ്റ് ചെയ്യും. നെർവ് എക്സൈറ്റഡ് ആകുമ്പോൾ അത് നെർവ് സിഗ്നൽസ് കണ്ടക്ട് ചെയ്യും. സിഗ്നൽസ് കണ്ടക്ട് ചെയ്യും. സോ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റബിൾ ടിഷ്യൂ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഫോംസ് എ വേവ് ഓഫ് ഡീപോളറൈസേഷൻ ഇൻ റെസ്പോൺസ് ടു എ ത്രെഷോൾഡ് സ്റ്റിമുലസ്. അങ്ങനെ തന്നെ പറയണം. സ്റ്റിമുലസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് ഉണ്ട്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എനി എക്സ്റ്റേണൽ ഏജന്റ് ആവാം, കെമിക്കൽ ആവാം, തെർമൽ ആവാം, മെക്കാനിക്കൽ ആവാം, ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആവാം, എനി ചേഞ്ചസ്. ഓക്കെ, അതായത് ഒരു ത്രെഷോൾഡ് സ്റ്റിമുലസ്, ഒരു പെർട്ടിക്കുലർ എനർജി ഉള്ള സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ മസിൽ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, എക്സൈറ്റഡ് ആവും, മസിൽ എക്സൈറ്റഡ് ആവും. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഈ എക്സൈറ്റബിലിറ്റി. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ, മസിൽ ആൻഡ് നെർവ് ആർ എക്സൈറ്റബിൾ ടിഷ്യൂ ഓഫ് ദ ബോഡി ഡ്യൂ ടു ദി പ്രസൻസ് of very high resting membrane potential. This is due to the following reason, that is a efflux of potassium ion, non-permeable proteins and phosphate anions, electrogenic nature of the sodium potassium bond. ഓക്കെ, അതായത് ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, എന്താണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കണം. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ല്, എല്ലാ സെല്ലും, നെർവായാലും മസിലായാലും ഗ്ലാൻസ് ആയാലും ഒക്കെ ചാർജ് ഉണ്ട്. ഔട്ട്സൈഡും ഇൻസൈഡിലും ചാർജ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഡ്യൂറിങ് റെസ്റ്റിംഗ് സ്റ്റേജ് അതിനെ നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇത് അധികവും ഇൻസൈഡ് നെഗറ്റീവും ഔട്ട്സൈഡ് പോസിറ്റീവ് ആയിരിക്കും. In the case of cardiac muscle it is about 90 millivolt ആണ്. In the case of skeletal muscle it is about -70 millivolt ആണ്. In the case of smooth muscle it is about -55 millivolt ആണ്. Okay, it varies from 0 to -100. Okay, so cardiac muscle having a higher റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇങ്ങനെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇതൊരു എക്സൈറ്റബിൾ ടിഷ്യൂ ആണെന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദി 3 റീസൺ: ഇഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം, നോൺ പെർമിയബിൾ പ്രോട്ടീൻസ് ആൻഡ് ഫോസ്ഫേറ്റ് ആനിയോൺസ്, ഇലക്ട്രോജനിക് നേച്ചർ ഓഫ് ദി സോഡിയം പൊട്ടാസ്യം പമ്പ്. അകത്ത് നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും ആയിരിക്കും. ഓക്കെ, എക്സൈറ്റഡ് ആവുമ്പം ദർ ഈസ് എ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ. ദാറ്റ് മീൻസ് ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ത്രെഷോൾഡ് സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദർ ഈസ് എ റിവേഴ്സൽ ഓഫ് ദി പോളറൈസേഷൻ ആൻഡ് റിട്ടേൺ ബാക്ക് ഇൻ ടു ദി റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പേപ്പറിൽ വരച്ച് ക്ലിയർ ആക്കി വിശദീകരിച്ച് തരുന്നതാണ്. അതും കൂടി നിങ്ങൾ കാണണം. സോ സ്റ്റിമുലസ് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് ഉണ്ട്. നമ്മൾ ഒരു പെർട്ടിക്കുലർ എനർജി ഉള്ള സ്റ്റിമുലസിനെ നമ്മൾ ത്രെഷോൾഡ് സ്റ്റിമുലസ് എന്നാണ് പറയുക.
അതിലും കുറവുള്ളതിന് നമ്മൾ സബ് ത്രഷോൾഡ് സ്റ്റിമുലസ് എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് അഡിക്വേറ്റ് ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ്. ഏതാണ് അഡിക്വേറ്റ് സ്റ്റിമുലസ്? ത്രഷോൾഡ് സ്റ്റിമുലസ് ആണ്, അല്ലെങ്കിൽ മിനിമൽ സ്റ്റിമുലസ് ആണ്. അതിലും കൂടിയതിനെ നമ്മൾ സുപ്രാ ത്രഷോൾഡ് എന്ന് പറയും. അതിലും കൂടിയ സ്ട്രെങ്ത്തിലുള്ളതിനെ നമ്മൾ മാക്സിമൽ സ്റ്റിമുലസ് എന്ന് പറയും. അതിലും കൂടിയ സ്ട്രെങ്ത്തിലുള്ളതിനെ നമ്മൾ സുപ്രാ മാക്സിമൽ സ്റ്റിമുലസ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ കാർഡിയാക് മസിൽ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ വിച്ച് പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓൺ സ്റ്റിമുലേഷൻ വിത്ത് ആൻ adequate strength of the stimulus, cardiac membrane potential undergo complete reversal with the positive inside and negative outside. And immediately it is reversed back into the resting membrane potential. This sudden depolarization and repolarization is called the action potential. This can be recorded by cathode ray oscilloscope എന്ന് പറയും. CRO എന്ന് പറഞ്ഞാൽ cathode ray oscilloscope. അപ്പോൾ നമ്മളൊരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a brief sequence of changes occurs on the resting membrane potential. നെഗറ്റീവ് സൈഡിൽ നിന്ന് അതൊരു പോസിറ്റീവ് സൈഡിലേക്ക് പോകും. പിന്നെ അതൊരു ക്രിട്ടിക്കൽ ലെവൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചത് താഴേക്ക് തന്നെ വരും. അപ്പോൾ മേലേക്ക് പോകുന്നതിനെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയും, താഴേക്ക് വരുന്നതിനെ നമ്മൾ റീപോളറൈസേഷൻ എന്ന് പറയും. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു ബൈഫേസിക് ഇൻ നേച്ചറാണ്. രണ്ട് ഫേസ് ഉണ്ടാവും, ഡീപോളറൈസേഷൻ ഉണ്ടാവും, റീപോളറൈസേഷൻ ഉണ്ടാവും. അതുപോലെ ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റീവ് ഇൻ നേച്ചറാണ്, കണ്ടക്ട് ദ ഇമ്പൾസ്. അതുപോലെ ഇറ്റ് ഒബേ ഓൾ ഓർ നൺ ലോ and it has a refractory period. ഈ 4 പ്രോപ്പർട്ടി ഉണ്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ്? ബൈഫേസിക് ഇൻ നേച്ചറാണ്, പ്രൊപ്പഗേറ്റീവ് ആണ്, ഒബേ ഓൾ ഓർ നൺ ലോ നമുക്കിപ്പം പഠിക്കാം. ഒബേ ഓൾ ഓർ നൺ ലോ, then has a refractory period. Okay, അതൊന്നും നമുക്ക് പഠിക്കാം. Okay, at rest the myocardial fibers show a resting membrane potential approximately -90 millivolt. Okay, സോ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യലിന് ഒരുപാട് ഫേസ് ഉണ്ട്. ആ ഓരോ ഫേസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് ഫേസ് ആണ് ലേറ്റന്റ് പീരീഡ്. ലേറ്റന്റ് പീരീഡ് ഈസ് എ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് ദ പോയിന്റ് ഓഫ് കൺട്രാക്ഷൻ. നമ്മളൊരു -90 ആണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അവിടെ നമ്മളൊരു സ്റ്റിമുലസ് വന്നു എന്ന് വിചാരിച്ചു, ഒരു ത്രഷോൾഡ് സ്റ്റിമുലസ്. അപ്പോൾ എന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫേസ് ആണ് പറയുന്നത്. ആദ്യത്തെ ഫേസ് ലേറ്റന്റ് പീരീഡ്. ലേറ്റന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് പോയിന്റ് ഓഫ് കൺട്രാക്ഷൻ. നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്ന പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് സ്റ്റിമുലസ് എന്നും, അത് കുറച്ച് കഴിഞ്ഞാണ് കൺട്രാക്ട് ചെയ്യുക. ഉടനെ തന്നെ സ്റ്റിമുലസ് വന്ന ഉടനെ തന്നെ ഒരു മസിലും നെർവും ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല, കുറച്ച് സമയം എടുക്കും. അതായത് ദർ ഈസ് എ ടൈം റിക്വയർഡ് ഫോർ ദ കെമിക്കൽ ചേഞ്ചസ് ബിഗിൻസ്. ഓക്കെ, അതിനുള്ള ടൈമാണ്. സോ ആ ടൈമിനെയാണ് നമ്മൾ ലേറ്റന്റ് പീരീഡ് എന്ന് പറയുക. അതായത് കുറച്ച് കഴിഞ്ഞാണ് ആ കൺട്രാക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രാക്ഷൻ എന്നാണ് പറയുക. സോ ഇറ്റ് ഈസ് എ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് ദ പോയിന്റ് ഓഫ് കൺട്രാക്ഷൻ. സോ ലേറ്റന്റ് പീരീഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡീപോളറൈസ് ചെയ്യും. അതിന് നമ്മൾ റാപ്പിഡ് ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഫേസ് 0 എന്നാണ് പറയുക. സോ രണ്ടാമത്തെ ഫേസ് ആണ് ഫേസ് 0, ദാറ്റ് ഈസ് എ റാപ്പിഡ് ഡീപോളറൈസേഷൻ. ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ സഡൻലി ചേഞ്ചസ് ഫ്രം -90 to +20 to +30 millivolt. This is due to the opening of the voltage gated sodium channel and explosive entry of the sodium into the cell. Slow calcium channel are also open when the membrane potential reaches -30 to -40 millivolt. അപ്പോൾ ഫേസ് 0 എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഡീപോളറൈസേഷൻ ആണ്. ഇറ്റ് ഈസ് വിത്ത് ദി ഓപ്പണിംഗ് ഓഫ് ദി ഫാസ്റ്റ് സോഡിയം ചാനൽ. അതായത് ഞാൻ പറഞ്ഞില്ലേ, അകത്ത് നെഗറ്റീവ് ആണ്, അകത്ത് എന്തായിട്ട് മാറണം? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആവാൻ കാരണം പുറത്തുള്ള സോഡിയം കംപ്ലീറ്റ് അകത്തേക്ക് വരണം. അതാണ് പറയുന്നത് എക്സ്പ്ലോസീവ് എൻട്രി ഓഫ് ദി സോഡിയം ഇൻ ടു ദി സെൽ. ഓൾസോ ദർ ഈസ് എ സ്ലൈറ്റ് എൻട്രി ഓഫ് ദി കാൽസ്യം. അതുകൊണ്ടാണ് എന്താണ് അകത്ത് പോസിറ്റീവായിട്ട് മാറുന്നത്. ദെൻ ഫേസ് 1, ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഒരു +25 millivolt എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് താഴും. സോ ദർ ഈസ് എ ലീക്കേജ് ഓഫ് കറണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഇനീഷ്യൽ റീപോളറൈസേഷൻ അല്ലെങ്കിൽ ഫേസ് 1 എന്ന് പറയും. ദർ ഇസ് എ ക്ലോഷർ ഓഫ് ദി സോഡിയം ചാനൽ ആൻഡ് ദ ലീക്ക് ഓഫ് പൊട്ടാഷ്യം കോസ് ദിസ് ഫേസ്. ദർ ഇസ് എൻ ഇഫ്ലക്സ് ഓഫ് ദി പൊട്ടാസ്യം. ഓക്കെ, അത് തന്നെ ഫേസ് 1 എന്ന് പറയും. അത് ചെറിയൊരു നോച്ച് ഗ്രാഫിൽ ഞാൻ വരച്ച് കാണിക്കാം. ചെറിയൊരു നോച്ച് സ്ട്രക്ചറാണ്. then it remains in contracted stage. കുറച്ച് നേരം കൺട്രാക്റ്റഡ് സ്റ്റേജിൽ തന്നെ നിൽക്കും, അതായത് സ്റ്റഡി സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. അതാണ് നെക്സ്റ്റ് ഫേസ്, ഫേസ് 2, ദാറ്റ് ഈസ് എ പ്ലാറ്റ്യൂ ഫേസ്. This is due to the slower but prolonged opening of the voltage gated calcium channel through which calcium and sodium ions enter. So these channels are also called the sodium calcium channel. At the same time, there is also increase in potassium permeability and potassium goes out of the cell. The efflux of cation is balanced by efflux of equal number of cations and hence the plateau phase. ഒരേ സമയത്ത്
കാൽസ്യവും സോഡിയം എൻട്രി ചെയ്യും, അതേ സമയത്ത് പൊട്ടാസ്യം പുറത്തേക്ക് പോവുകയും ചെയ്യും. സോ അതൊരു കുറച്ച് സമയം പ്രൊലോങ്ഡ് ടൈമായിട്ട് ഈ കാൽസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഒരു സ്റ്റഡി സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതിന് നമ്മൾ പ്ലാറ്റ്യൂ ഫേസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദി ഓപ്പണിംഗ് ഓഫ് ദി സ്ലോ കാൽസ്യം ചാനൽ. ഫേസ് 3 ഈസ് എ ലേറ്റ് റാപ്പിഡ് റീപോളറൈസേഷൻ. പ്ലാറ്റ്യൂ ഫേസ് കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴേക്ക് വരും. ആ താഴേക്ക് വരുന്നതിന് നമ്മൾ ലേറ്റ് റാപ്പിഡ് റീപോളറൈസേഷൻ എന്നാണ് പറയുക. ദിസ് ഈസ് ഡ്യൂ ടു ദി ക്ലാഷ് ഓഫ് ദി സോഡിയം ആൻഡ് കാൽസ്യം ചാനൽ and sudden efflux of the potassium through the potassium channel. Potassium efflux നടക്കുന്നതുകൊണ്ടാണ് phase 3. Then phase 4 is a polarized state. The membrane pump, that is a sodium potassium pump, start functioning and re-establish the resting membrane potential. For phase 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ re-establishment of the resting membrane potential by the action of the sodium potassium pump, as in the ratio is about 3:2. These are the phases. ചോദിക്കാറുണ്ട് കാർഡിയക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഫേസ് ലേറ്റന്റ് പീരീഡ്, ഫേസ് 0 റാപ്പിഡ് ഡീപോളറൈസേഷൻ, ഫേസ് 1 ഇനീഷ്യൽ റാപ്പിഡ് റീപോളറൈസേഷൻ, ഫേസ് 2 പ്ലാറ്റ്യൂ ഫേസ്, ഫേസ് 3 ലേറ്റ് റാപ്പിഡ് റീപോളറൈസേഷൻ, ഫേസ് 4 ദാറ്റ് ഈസ് എ റീ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പേപ്പറിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദെൻ ഓട്ടോ റിതമിസിറ്റി, മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓട്ടോ റിതമിസിറ്റി. നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിസിറ്റി എന്നാണ് സെൽഫ് ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പേസ് മേക്കർ ഉള്ളതുകൊണ്ട് ദർ ഇസ് എ സെൽഫ് ജനറേഷൻ ഓഫ് ദി ഇമ്പൾസ്. ഓക്കെ, സെൽഫ് ജനറേഷൻ ആൻഡ് ദ കണ്ടക്ഷൻ ഓഫ് ദി ഇമ്പൾസ് ഈവൻ വിത്തൗട്ട് നർവ് സപ്ലൈ. അതിനാണ് നമ്മൾ ഓട്ടോ റിതമിസിറ്റി എന്ന് പറയുക. ഹാർട്ട് കണ്ടിന്യൂ ടു ബീറ്റ് ഫോർ ക്വൈറ്റ് സം ടൈം ഈവൻ ആഫ്റ്റർ ഓൾ ദ നർവ് സ്ട്രീറ്റ് ആർ cut. This is because of the presence of a specialized pacemaker tissue in the heart. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യും, നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈവൻ വിത്തൗട്ട് നർവ് സപ്ലൈ, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് പേസ് മേക്കർ. പേസ് മേക്കറിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ദർ ഇസ് എൻ ഇറ്റ് സെൽഫ് ക്യാൻ ജനറേറ്റ് ആൻഡ് കണ്ടക്ട് ദ ഇലക്ട്രിസിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പേസ് മേക്കർ എന്ന് പറയുന്നത്. പേസ് മേക്കർ ടിഷ്യൂ ഓഫ് ദി SA node is characterized by pacemaker potential. It's an unstable resting membrane potential. Resting membrane potential in SA node is minus 50 millivolt. It does not remain constant. It shows a slow depolarization towards the firing level, is called the pre-potential or the pacemaker potential. SA നോഡിന്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 50 millivolt ആണ്. ഇത് അൺസ്റ്റേബിൾ ആണ്. ഇത് എപ്പോഴും ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടേ നിൽക്കും. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആ അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലാണ് ആക്ച്വലി pacemaker potential എന്ന് പറയുന്നത്. The property of the spontaneous pre-potential followed by action potential is the autorhythmicity. അറിയാലോ, മനസ്സിലായല്ലോ. ഓട്ടോറിഥമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ജനറേഷൻ ആൻഡ് ദ കണ്ടക്ഷൻ ഓഫ് ദി ഇമ്പൾസസ് ഈവൻ വിത്തൗട്ട് നർവ് സപ്ലൈ. The pacemaker potential determines the heart rate. There is the condition in which increased heart rate is known as the tachycardia. The condition in which decreased heart rate is known as the bradycardia. Then മറ്റൊരു പ്രോപ്പർട്ടിയാണ് കണ്ടക്ടിവിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് എങ്ങനെയാണ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത്. SA നോഡിൽ നിന്ന് AV നോഡിലേക്ക്, AV നോഡിൽ എത്തുമ്പോഴേക്ക് അട്രിയൽ മസ്കുലേച്ചർ കംപ്ലീറ്റ് കൺട്രാക്ട് ചെയ്യും ത്രൂ ദ ഇന്റർനോഡൽ ഫൈബേഴ്സ്, ആന്റീരിയർ, മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ ഇന്റർനോഡൽ ഫൈബേഴ്സ്. AV നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡിലേ ഉണ്ടാവും. അതിനെ AV നോഡൽ ഡിലേ എന്നാണ് പറയുന്നത്. ഫോർ ദ കംപ്ലീറ്റ് എംപ്റ്റിങ് of the blood from the atria into the ventricle. Then AV node in the bundle of his, then bundle of his branches into the right and left bundle branches. Left one again divides into the anterior fascicles and posterior fascicle. Then right one considered as a Purkinje fibers. Then fascicles also considered as a Purkinje fibers and innervate into the ventricular wall. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. സോ അതാണ് കണ്ടക്ടിവിറ്റിയിൽ എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യേണ്ടത്. കണ്ടോ, SA നോഡ് ഫസ്റ്റ്, SA നോഡ് ഒന്നാമത്താണ് SA നോഡ്. രണ്ടാമത്തേലേക്ക് പോകും AV നോഡിലേക്ക് ത്രൂ ദ ഇന്റർനോഡൽ ഫൈബേഴ്സ്. AV നോഡിന് ബണ്ടിൽ ഓഫീസ് വഴി, അതായത് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം വഴി bundle of is divides into two, that is the right and left bundle branches. Left one again divides into two, the anterior fascicle and posterior fascicle, then continued as Purkinje fibers, innervate into the ventricular wall. മറ്റൊരു പ്രോപ്പർട്ടിയാണ് കൺട്രാക്ടിലിറ്റി എന്ന് പറയും. കൺട്രാക്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ്. എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ് ആസ് ഇൻ ദ ഫോം ഓഫ് എ കൺട്രാക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ത്രെഷോൾഡ് സ്റ്റിമുലസ്, വെൻ എ ത്രെഷോൾഡ് സ്റ്റിമുലസ് അപ്ലൈഡ് ടു എ കാർഡിയാക് മസിൽ വിച്ച് പ്രൊഡ്യൂസ് എ റെസ്പോൺസ് ആസ് ഇൻ ദ ഫോം ഓഫ് എ കൺട്രാക്ഷൻ. അങ്ങനെ എഴുതിയാൽ മതി. കൺട്രാക്ടിലിറ്റി, വെൻ എ ത്രെഷോൾഡ് സ്റ്റിമുലസ് അപ്ലൈഡ് ടു എ കാർഡിയാക് മസിൽ വിച്ച് പ്രൊഡ്യൂസ് എ റെസ്പോൺസ് ആസ് ഇൻ ദ ഫോം ഓഫ് എ കൺട്രാക്ഷൻ, ദാറ്റ് ഈസ് എ കൺട്രാക്ടിലിറ്റി. ഇറ്റ് ഈസ് മെയിൻലി എക്സിബിറ്റഡ് by atrial and ventricular syncytium.
The mechanical response overlap the electrical response and lasts for about 3. അതൊന്നും വേണ്ട. ഓക്കെ, കൺട്രാക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ് ടുവേർഡ്സ് ഏതാണ് ത്രെഷോൾഡ് സ്റ്റിമുലസ് ആണ്. ആക്ച്വലി ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ nerve supply, sympathetic and the parasympathetic nerve supply. Due to the sympathetic stimulation which increases the contractility, due to the parasympathetic stimulation which decreases the contractility. നമുക്കത് കാർഡിയാക് ഔട്ട്പുട്ടൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ nerve supply പഠിക്കണം. അതുകൊണ്ട് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് സപ്ലൈ നമുക്ക് ആ സമയത്ത് പഠിക്കാം. എനിവേ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ കൊണ്ട് എന്താണ് കൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, പാരാസിമ്പത്തറ്റിക്കോ കൺട്രാക്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓൾ ഓർ നൺ ലോ എന്ന് പറയും. ഓക്കെ, ഓൾ ഓർ നൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിമുലസ് തന്നെ എന്ത് വേണം, ത്രെഷോൾഡ് സ്റ്റിമുലസ്. ഒരു ത്രെഷോൾഡ് സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ വിച്ച് പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. വീണ്ടും നമ്മൾ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ഓഫ് ദി സ്റ്റിമുലസ്. എത്ര സ്ട്രെങ്ത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ, ദർ ഈസ് നോ ഇൻക്രിമെന്റ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺട്രാക്ഷൻ. അതിനാണ് നമ്മൾ ഓൾ ഓർ നൺ ലോ എന്ന് പറയുന്നത്. അതായത് the cardiac muscle, once it contract with a maximum force of contraction, the amplitude of contraction cannot be increased by increase in strength of the stimulus. This process is due to the property of the functional syncytium of the cardiac muscle. ഒരു തവണ മാക്സിമം കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്ട്രെങ്ത് ഓഫ് സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാലും there is no increment of the action potential. The action potential is all or none response to the stimulus. If the stimulus is sub-threshold, it is not adequate, no action potential is produced. Once the threshold intensity is reached, there is a full-fledged action potential is produced. Further increase in intensity of the stimulus produces no increment of the height of the action potential. അതാണ് all or none law. Therefore, once threshold is reached, the membrane events are no longer depend upon the strength of the stimulus. Therefore, the action potential is all or none in character. The all or none relationship between the stimulus and the response is called the all or none law. കുറച്ചുകൂടി പേപ്പറിൽ വിശദീകരിച്ചു തരാം all or none law എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, ദെൻ റിഫ്രാക്ടറി പീരീഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്തുണ്ടാവും, ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ആണ് ആക്ച്വലി. സോ അവിടെ രണ്ട് പീരീഡ് ഉണ്ട്, റിഫ്രാക്ടറി പീരീഡ്, അബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡും റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡും. അതായത് നമ്മൾ സ്റ്റിമുലസ് വന്നിട്ടാണല്ലോ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. സോ ആ സ്റ്റിമുലസ് വന്ന ഉടനെ നമ്മൾ സെക്കൻഡ് സ്റ്റിമുലസ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റിമുലസ് ഇൻഎഫക്റ്റീവ് ആണ്. Okay, the muscle does not show any response to the second stimulus. Okay, അതിനെയാണ് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുക. If the two successive stimulus of more than threshold intensity are applied to a muscle fiber is unable to respond to the second stimulus for quite some time. That is second stimulus to become refractory to the subsequent stimulation. The length of the time remains refractory to the second stimulus is called the refractory. നിങ്ങൾ സിംപ്ലി മനസ്സിലാക്കി വെച്ചാൽ മതി. Muscle does not show any response to the second stimulus. That period is known as the refractory period. ഇത് റെസ്പോണ്ട് ചെയ്യുന്ന പീരീഡ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. There are two periods are there, absolute refractory period and the relative refractory period. Absolute refractory period is the period during which muscle does not show any response at all, whatever may be the strength of the stimulus. Absolute refractory period begins from the time of firing level is reached until the repolarization approximately 1/3 complete. ഞാൻ പറഞ്ഞില്ലേ ഡീപോളറൈസേഷനും നടക്കും പ്ലസ് 1/3 absolute refractory period is equal to ഡീപോളറൈസേഷൻ പ്ലസ് 1/3 റീപോളറൈസേഷൻ ആണ്. ഡീപോളറൈസേഷൻ നടന്നു, ഒരു 1/3 പാർട്ട് റീപോളറൈസേഷൻ നടന്നു. ആ ഏരിയയിലൊന്നും നമ്മൾ സെക്കൻഡ് സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ മസിൽ റെസ്പോണ്ട് ചെയ്യില്ല. ആഫ്റ്റർ ദ അബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡിന് ശേഷം നമ്മളൊരു ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ഓഫ് ദി സ്റ്റിമുലസ്, ദ മസിൽ മേ റെസ്പോണ്ട് ചെയ്യുന്ന ഏരിയയാണ് റിഫ്രാക്ടറി പീരീഡ്. റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ് is a period during which muscle shows some response if the strength of the stimulus is increased maximum.
അതിന് നമ്മൾ റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ്, ക്ലിയർ ആണല്ലോ, 2 റിഫ്രാക്ടറി പീരീഡ് ആണുള്ളത്, അബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡ് ആൻഡ് ദ റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ്. ഓക്കെ, ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് റിഫ്രാക്ടറി പീരീഡ് എന്ന് മാത്രം ചോദിക്കാറുണ്ട്, ഓൾ ഓർ നണ്ണോ ചോദിക്കാറുണ്ട്, ഓക്കെ, കണ്ടക്ടിവിറ്റി ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് പ്രോപ്പർട്ടീസ്: റിഫ്രാക്ടറി പീരീഡ്, ഓൾ ഓർ നൺ ലോ, കൺട്രാക്ടിലിറ്റി, കണ്ടക്ടിവിറ്റി, ഓട്ടോറിതമിസിറ്റി, എക്സൈറ്റബിലിറ്റി, അതിനകത്ത് കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ എഴുതണം, ദെൻ ഫങ്ഷണൽ സിൻസീഷ്യം. ഓക്കെ, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയാക് മസിൽ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പേപ്പറിൽ കുറച്ച് സിമ്പിളായിട്ട് ഒന്നുകൂടി പേപ്പറിൽ വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളതെല്ലാം ക്ലിയർ ആയിട്ട് കാണുക, എന്നിട്ടൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക. ഞാൻ നിങ്ങൾക്ക് നോട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്, PDF ഷെയർ ചെയ്ത് തരാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങളത് നോക്കിയിട്ട് നോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് പഠിച്ച ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.